ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലൈഫ് അൺബോക്സ്ഡ് ടീം എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അഗ്രഹാരങ്ങളിലൊന്നായ കൽപ്പാത്തി രഥോത്സവ നഗരിയിലേക്കാണ്. അപ്പോൾ ഈ യാത്രയിൽ ഈ അഗ്രഹാര വീഥികളിലൂടെയുള്ള ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ഏറ്റവും സൗന്ദര്യപൂർണമായ ഒരു രഥോത്സവ നഗരിയിലെ എല്ലാ പ്രത്യേകതകളും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും വേണ്ടി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ബാലകൃഷ്ണേട്ടനുണ്ട്. ബാലകൃഷ്ണേട്ടൻ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു തരും. ബാലകൃഷ്ണേട്ടൻ, ഈ കേരളത്തിൽ ഒരുപാട് ബ്രാഹ്മണ ഗ്രാമങ്ങളുണ്ട്, അതായത് അഗ്രഹാരങ്ങളുണ്ട്. പക്ഷേ ഈ പാലക്കാടിനെ എന്താണ് യഥാർത്ഥത്തിൽ മറ്റു അഗ്രഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുമെന്ന് പറയാൻ പറ്റുമോ? അതായത് പാലക്കാട് പല ഭാഗങ്ങളിൽ നിന്നും വന്ന ബ്രാഹ്മണരെ ആദ്യമായിട്ട് കുടിയേറി പാർത്ത സ്ഥലത്തിൽ ഒന്നാണ് കൽപ്പാത്തി. അപ്പോൾ ഇവിടെ തമിഴ് ബ്രാഹ്മണന്മാരാണ് കൂടുതലായി താമസിക്കുന്നത് അല്ലേ? അതെ. രണ്ട് തരത്തിലുള്ള കൽപ്പാത്തി ഉണ്ട്. ഒന്ന് പഴയ കൽപ്പാത്തി ഉണ്ട്, ഒന്ന് പുതിയ കൽപ്പാത്തി ഉണ്ട്. പഴയ കൽപ്പാത്തിയിൽ ആദ്യം നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഇതിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പുതിയ കൽപ്പാത്തിയിലാണ് എത്തുക. എന്നിട്ട് വേണം നമ്മൾ പഴയ കൽപ്പാത്തിയിലേക്ക് പോകാൻ. ബാലകൃഷ്ണ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ്. വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പുരാതന അഗ്രഹാര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താണ് പ്രതിഷ്ഠയുള്ളത് അറിയോ? ഇവിടെ പ്രതിഷ്ഠ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ആണ്. ഭക്തർക്ക് സമൃദ്ധിയും ഐശ്വര്യം നൽകുന്ന ദൈവമായിട്ടാണ് ഇവിടെയുള്ള നാരായണ സ്വാമിയെ ഇവിടെ ആരാധിക്കുന്നത്. ശരിക്കുംല്ലേ, ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്ന ബ്രാഹ്മണരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. 14ാം നൂറ്റാണ്ടോടെ കൽപ്പാത്തി അഗ്രഹാരങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ തന്നെ ഈ ക്ഷേത്രങ്ങളും അതോടൊപ്പം രൂപം കൊണ്ടിട്ടുള്ളതാണ്. അതിലൊന്നാണ് ഈ ലക്ഷ്മിനാരായണ സ്വാമി ക്ഷേത്രം. വിജയേട്ട, കൽപ്പാത്തി എന്ന പേര് എങ്ങനെയാണ് വന്നത്? കൽപ്പാത്തി പുഴയുടെ തീരത്ത് നിന്നാണ്. പുഴയുടെ ഇരു കരകളിലും കല്ലും പാറകളും നിറഞ്ഞ ഒരു പാത്തിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് കൊണ്ടാണ് ഈ കൽപ്പാത്തി എന്ന പേര് വരാൻ കാരണം. ആ ഗ്രാമങ്ങൾ പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കൽപ്പാത്തി. ഈ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ഈ ഭാരതപ്പുഴയെ ഇവിടെ ദക്ഷിണ കാശി സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം ആയി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേ സാമ്യതകൾ, അവിടുത്തെ കർമ്മങ്ങളും പൂജകളുമായിട്ട് ഇവിടെ ഒരുപാട് സാമ്യത ഉള്ളതുകൊണ്ടാണ് തെക്കിൻ്റെ വാരണാസി അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിലെ കാശി എന്നൊക്കെ ഈ കൽപ്പാത്തിയെ പറയാറുള്ളത്. കൽപ്പാത്തിയിൽ വന്നിട്ട് ഇവിടെ പഴയ കാലത്തിൽ രാജാവ് ഉണ്ടായിരുന്നു. പാലക്കാട് രാജാവ് ശേഖരിവർമ്മ വലിയ പോയി തമ്പുരാൻ പറഞ്ഞ് പാലക്കാട് ശേഖരിവർമ്മത്തിൽ താമസം ഉണ്ടായിരുന്നു. അയാളുടെ കൊട്ടാരം വന്നിട്ട് അകത്തെ തറയിലാണ്. ഇന്ന് അവിടുത്തെ ആൾക്കാരാണ് ഈ അമ്പലം ഭരിക്കുന്നത്. പിന്നെ ഗ്രാമക്കാരൊക്കെ എല്ലാ വിശേഷങ്ങൾക്കും പങ്കെടുക്കും. അവർ പറയും, ഇന്നമാതിരി തേര് വരുന്നുണ്ട്, കൊടി വരുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണം. 3 ദിവസം തേരോടും കൽപ്പാത്തിയിൽ. അങ്ങനെ 4 ഗ്രാമത്തിലുള്ള തേരുകൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. 7 മാസം നവംബർ മാസം. ഓ, ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ സ്വാമി ദൈവങ്ങളൊക്കെ 4 ഭാഗവും വരും. ഒരു 12 മണിയൊക്കെ ആവും. എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വരും. ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ വെളിയിൽ നിന്ന് വന്ന് പങ്കെടുക്കും. ബോംബെ, ദില്ലി, മറ്റേ ഗൾഫ് നാടിലൊക്കെ ഉണ്ട്. അവരൊക്കെ ആ 10 ദിവസം ഇവിടെ വന്നിരിക്കും. 10 ദിവസമാണ് രഥോത്സവം. 10 ദിവസം. എത്ര തേരുണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. ഇവിടുന്ന് 3, അവിടെ 1, 4, അവിടെ 5, ചാത്തപുരം പറയുന്ന ഗ്രാമത്തിൽ 6. അങ്ങനെ 6 രഥങ്ങളും 3 ദിവസമായിട്ടേ ഓടാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ഇവിടെ ബ്രാഹ്മിൻസ് കൾച്ചറാണ് കംപ്ലീറ്റ്. ഞങ്ങളൊക്കെ ഈ ബ്രാഹ്മിൻസൊക്കെ വന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ കുംഭകോണം, മായാപുരം, തഞ്ചാവൂർ ആ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ. ഇവിടെ നമ്പൂരിമാരാണ് ഇവിടെ പൂജ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നാഗപൂജയാണ് അവരുടെ മെയിൻ കാര്യം. അപ്പോൾ അന്ന് ഇവിടെയൊക്കെ ഈ ഓട് പയിച്ചിട്ടില്ല. അവർ ഈ പട്ടപ്പര ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. മനസ്സിലായില്ലേ? എൻ്റെ പേര് ബാബു. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിതൃക്കൾക്കും ശ്രാദ്ധ കൂട്ടുകാർക്ക് ചെയ്യുന്ന ഒരു കൽപ്പാത്തി പുഴയുടെ തീരമാണ്. ഇവിടെയാണ് നമുക്ക് മരിച്ചു പോയവർക്കും പൂർവികർക്കും കർക്കിടക വാവിനും ഒക്കെ ബലി കൊടുക്കുന്ന പിതൃക്കളെ അവർക്ക് ചെയ്യുന്നതൊക്കെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇത് നമ്മുടെ നവംബർ മാസങ്ങളിൽ ഈ തേരിൻ്റെ രഥോത്സവം തുടങ്ങും. അപ്പോൾ ഇതിലുള്ള 4 തേരുകളും കൂടാതെ വേറെ ഈ തേരാണ് യൂസ് ചെയ്യണം. ഈ തേരാണ് യൂസ് ചെയ്യുന്നത്. ശരി. അപ്പോൾ ആ സമയത്ത് ഇവരിത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി അവർ അതിനകത്ത് വെച്ചേക്കാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും കാര്യം ചെയ്യാം. നമുക്കിനി
കുറച്ചും കൂടെ അങ്ങ് മുന്നോട്ട് പോയിട്ടേ വല്ലതും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നോക്കാം അല്ലേ? അതെ അതെ. ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇവിടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. രാവിലെ തന്നെ കോലം വരച്ച്, അതാണ് ഒരു പ്രത്യേകത. അതെ. നമുക്ക് ഇവിടെ കുറെ സീഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? കൽപ്പാത്തി സീഡ്സ് ഉണ്ടോ? കിട്ടും. അവിടെ ഇവിടെ അതിന്റെ വെറൈറ്റീസ് സാധനങ്ങളുണ്ട്. കൽപ്പാത്തി, അതോ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി. ഇവിടെ നമുക്ക് കഴിച്ചാലോ ഫുഡ്? നമുക്ക് ഇവിടെ ഒരു ബ്രാഹ്മൺസ് ഹോട്ടലാണ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം. അവരുടെ ആ ഒരു ഫുഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെയുള്ള വടയും പിന്നെ റോസ്റ്റും അല്ലേ? നമ്മൾ കഴിച്ചത് മസാല റോസ്റ്റ് ആണ്. മസാല ദോശ അല്ലേ? മസാല ദോശ, സാമ്പാർ, അച്ചാറ്, ചമ്മന്തി ചമ്മന്തി എല്ലാം കൂടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ വേറൊരു അമ്പലം കൂടെ ഉണ്ട്, അമ്പലത്തിലേക്ക് പോവാം. ഇതൊരു ഗണപതി ക്ഷേത്രമാണ്. അതെ. ഈ കൽപ്പാത്തി തെരുവുകളിൽ തന്നെ പെട്ട ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ പ്രത്യേകത വെച്ചാൽ ഓരോ തെരുവുകളിലും ഓരോ ക്ഷേത്രങ്ങൾ പോലെയാണ്. അത്രയും ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരം. ഈ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അമ്പലങ്ങളിലെല്ലാം പശുവിനെ വളർത്തി അപ്പം അതിനെ പൂജ ചെയ്യുന്നത് പോലെ തന്നെയാണ് പശുക്കളെയും അമ്പലങ്ങളിൽ അവിടെ വന്ന് ഭക്ഷണവും സംരക്ഷിക്കും. പിന്നെ വിജയേട്ടൻ കൽപ്പാത്തി വന്ന് ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. പുള്ളി ഇവിടെ നിന്ന് ലോട്ടറി എടുത്ത് അടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു ലോട്ടറി എടുക്കണം കേട്ടോ. അതെ. പിന്നെ ഈ ലോട്ടറി കട നമ്മള് ആ പയ്യനോട് ചോദിച്ചേ കൽപ്പാത്തിയെ കുറിച്ച് വല്ലതും പറയാൻ പറ്റുന്നു. അവനപ്പോ നാണം കൊണ്ട് മുഖം മറിക്കാൻ വീഡിയോ വരാൻ താല്പര്യമില്ല. വിജയേട്ടനപ്പോ ലോട്ടറി സമയത്ത് നടക്കുകയാണ് അല്ലേ? അത് ഈ അഗ്രഹാരങ്ങളിലെല്ലാം ഈ ബൊമ്മക്കുലുസ് വെക്കുന്ന ഒരു വിൽക്കാൻ വെച്ചേക്കണം അല്ലേ? എല്ലാ വീടുകളിലും വെക്കും. ഇതെങ്ങനെയാണ് സെറ്റ് ആയിട്ടാണോ? ഇത് ഓരോ സെറ്റ് ആയിട്ടാണ്. ഓരോ സെറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, രാധ, ശിവപാർവതി അങ്ങനെ പോലെയാണ് ഇത് ഒരു സെറ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. നമ്മളൊരു പോകുന്ന യാത്ര മധ്യേ ഒരാള് കാണുകയും അവർ അമ്പലത്തിനെ കുറിച്ച് അയാൾ പറഞ്ഞ് തന്ന് കൃത്യമായിട്ട് അതിന്റെ എവിടെയാണ് എന്തൊക്കെയാണ് തേരിനെ കുറിച്ചുള്ള ചുരുക്കി പറഞ്ഞു തരുമായിരുന്നു ചെയ്തു. അത് അദ്ദേഹം നമുക്ക് നല്ലൊരു ഇൻഫോർമേഷൻ തന്നാണല്ലേ. അപ്പൊ നമ്മൾ ഈ യാത്ര അവസാനിക്കാറായി. അപ്പൊ നമ്മൾ ഈ അഗ്രഹാര വീഥികളിലൂടെ ഒരുപാട് നടന്നു. അതെ. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നിയത് ഈ അഗ്രഹാരത്ത് വന്നപ്പോൾ? ഇത് വല്ലാതെ നമുക്ക് നമ്മളെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും പഴയ ആളുകളുടെ രീതികളും ജീവിത രീതികളും അവരുടെ ആരോഗ്യവും അവരുടെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയൊരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഈ ബ്രാഹ്മണരെന്നും. അപ്പോൾ നമ്മൾ ഇതുപോലെ യാത്രകൾ ഇനിയും ചെയ്യാനായിട്ട് പ്രചോദനം ഈ കാണുന്നവരാണ് അല്ലേ? അതെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുകയും 1K അബവ് ആളുകൾ കാണുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും വേണം. അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.